ലോകം കണ്ട ഏകാധിപതിയാണ് വിൻസെന്റ് ഗോമസ്. ആ വിൻസെന്റ് ഗോമസ് മരിച്ചു എന്ന് വാർത്ത പറഞ്ഞു ഏകാധിപതി. ആളുകൾ മുഴുവനും വന്ന് നോക്കുമ്പോൾ വിൻസെന്റ് ഗോമസ് മരിച്ചു കിടക്കുകയാണ്. അയാളുടെ അടുക്കൽ വന്നിട്ട് ആളുകൾ പറയാൻ തുടങ്ങി, ഇവൻ ചത്തുപോയല്ലോ, ഇവനെ കൊണ്ടത്ര പൊറുതിമുട്ടിയ ഏകാധിപതിയാണ് ഇവന്, ഇവന്റെ ശല്യം ഒടിഞ്ഞല്ലോ. അയാൾ ചാടി എഴുന്നേറ്റ് കയ്യിലിരിക്കുന്ന തോക്കുകൊണ്ട് ആ പറഞ്ഞ മുഴുവനും വെടിവെച്ചിട്ടു. എന്നിട്ട് അയാൾ പറഞ്ഞ്, എന്നെ എതിർക്കുന്നവൻ ആരെന്നറിയാൻ, ഞാൻ വെറുതെ മരിച്ചെന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ ഏകാധിപതികൾ ജീവിച്ച രാജ്യമാണ് ഈ രാജ്യം. അതുകൊണ്ട് സഹോദരാ, അവനവൻ മരിക്കുമ്പോ അവനവന്റെ മയ്യത്തിന്റെ പുറകിൽ 10,000 വരണം. ഞാൻ മരിച്ചു എന്നറിഞ്ഞാൽ എൻ്റെ വീടിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ അവിടേക്ക് വരില്ലേ? അവിടെ വരുമ്പോ ഈ മുഖത്ത്, ഈ സ്ക്രീനിലൂടെ നിങ്ങൾ കാണുന്ന മുഖത്ത് വെള്ള തുണി കൊണ്ട് മറച്ചിട്ടിട്ടുണ്ട്. മുഖത്തിട്ട മുണ്ടും ചിലര് വന്നുയർത്തുന്നേ. നിങ്ങൾ വന്നിട്ട് ആദ്യം മുഖം കാണണം. മരിച്ച ആളുടെ മുഖമാണ് കാണേണ്ടത്. തുണി അങ്ങോട്ട് മാറ്റുമ്പോ അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ കഴിയണം, മരിച്ചിട്ട് കിടക്കാന്ന് തോന്നൂല, ചിരിച്ചോണ്ട് കിടക്കാന്ന് തോന്നുമെന്ന് പറയാൻ. അതാണ് മരണം. മുഖത്ത് നോക്കിയിട്ട് പറയണം, അല്ലാഹുവേ അവൻ മരിച്ചിട്ട് കിടക്കാന്ന് തോന്നൂല, മരിച്ചിട്ട് കിടക്കാൻ തോന്നൂല, അവൻ ചിരിച്ചോണ്ട് കിടക്കാം. എൻ്റെ പ്രിയപ്പെട്ട വന്ദ്യനായ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട ശൈഖുനാ കോയ ഉസ്താദ് പൂന്തുറ വഫാത്തായി. എന്നെ ഞാനാക്കി മാറ്റിയ 17ാമത്തെ വയസ്സിൽ എൻ്റെ തലയിൽ കൈവച്ചിട്ട് എൻ്റെ മോൻ പോയി പ്രസംഗിച്ചോ എന്ന് പറഞ്ഞ് വിട്ടതാണ്. ഇന്ന് വർഷങ്ങളായി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു തുണ്ട് പേപ്പർ പോലും വെച്ചിട്ട് ഞാൻ നോക്കി പ്രസംഗിച്ചിട്ടില്ല. ഇത് മുഴുവനും പണ്ടങ്ങോ വായിക്കുകയും പറയുകയും ചെയ്ത ഓർമ്മയാണ്. അല്ലാതെ ഒരു പ്രസംഗത്തിന് വേണ്ടി ഇന്നേ വരെ തയ്യാറെടുത്തിട്ടില്ല. അത് പഴയ വായനയുടെ ഓർമ്മകളാണ്. അതാ മനുഷ്യന്റെ കൈതൊട്ടതിന്റെ ബറക്കത്താണ്. ആലുവത്തോട്ട കാട്ടുകര പള്ളിയുടെ വലതുഭാഗത്ത് കിടക്കുന്നുണ്ട് ആ പ്രിയപ്പെട്ട മാന്. അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അവരൊന്നുമില്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന മനുഷ്യരിങ്ങുണ്ടാവില്ല. എൻ്റെ ഈ പ്രിയപ്പെട്ട മുഹമ്മദ് മൗലവിയുടെയും ഉസ്താദാണ്. അപ്പൊ ഞങ്ങളുടെ ഗുരുനാഥന് പുറത്തു കൊടുക്കട്ടെ. തോട്ടക്കാട്ടുകര പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് ഉസ്താദിന്റെ മയ്യത്തിറക്കുമ്പോ ആ മുഖത്ത് നോക്കുമ്പം എന്തോ ഒരു പുഞ്ചിരിയാണ്. അനുശോചന യോഗത്തിനാണ് ആ പള്ളിയുടെ പ്രസിഡന്റ് പറഞ്ഞത്. കോയ ഉസ്താദ് മരിച്ചു എന്നറിഞ്ഞിട്ട് കാണാൻ പോയപ്പോ കോയ ഉസ്താദ് മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടപ്പോ എനിക്കും മരിക്കാൻ കൊതി തോന്നിപ്പോയെന്ന്. ആരുടെ കുട്ടിയെ? തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന മനുഷ്യന്റെ കഥയാണിത്. 3 മാസം മുമ്പ് ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് മരിക്കണമെന്ന് കൊതി തോന്നിപ്പോയി. അങ്ങനെ മരിക്കണം. ജീവിതത്തിൽ ആർക്കും ആരുമാവാം, കോടീശ്വരനാകാം, ലക്ഷാധിപതിയാവാം, അതിനൊന്നും വേണമെന്നില്ല. ബിസിനസ് ചെയ്യാം, ലാഭം കിട്ടാം, വസ്തുക്കച്ചവടം ചെയ്യാം, ഗൾഫിന്റെ വരുമാനം ഉണ്ടാവാം, കോടിപതിയാവാനും ലക്ഷാധിപതിയാവാനും മുഖ്യമന്ത്രിയാവാനും പ്രസിഡന്റ് ആവാനും ഒരു ബുദ്ധിമുട്ടുമില്ല, അത് ആർക്കും കിട്ടും. പക്ഷെ ഈ ഭാഗ്യം മാനസാന്തരം വന്നവനെ കഴിയൂ. മരിക്കുന്ന സമയത്ത് മുഖത്ത് വന്ന് തുണി തുക്കി നോക്കിയിട്ട് പറയണം, ഇവൻ മരിച്ചിട്ട് കിടക്കാന്ന് തോന്നൂല. എന്തിനായി വെള്ളിയാഴ്ച വന്നത്? പറയണം, അല്ലാഹുവേ അല്ലാഹുവേ ദിന ആരാവണം, അവന്റെ തെറ്റുകൾ മാറണം. ഗുനാഹോं की आदत छुड़ा मेरे मौला, मुझे नेक इंसान बना मेरे मौला. എൻ്റെ സർവ്വപാപങ്ങളും പുറത്തിട്ട് റബ്ബേ മരിക്കുന്ന സമയം മുത്തക്കിയായി പുഞ്ചിരിയോടെ മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അവസാനം എൻ്റെ മയ്യത്ത് വീട്ടിൽ നിൽക്കുകയാണ്. എൻ്റെ ഉമ്മ കിടന്ന് കരയുകയാണ്. എൻ്റെ ഉമ്മ ഉറക്ക കരയുകയാണ്. ഇതേവരെ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ ഉമ്മ ഉറക്ക നിലവിളിക്കുന്നത്? കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ഉമ്മ ഉറക്ക നിലവിളിക്കുന്ന നിലവിളി ശബ്ദം ആരെങ്കിലും ഉമ്മയുടെ നിലവിളി കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉമ്മ ഉറക്ക കരയൂല, അതാ ഉമ്മ. ഇവളല്ല, ഈ വെട്ടിയരിഞ്ഞ അമ്മയല്ല, ഉമ്മ, സ്നേഹസ്വരൂപിണിയായ ഉമ്മ. അമ്മ എന്നുള്ള 2 അക്ഷരത്തിൽ ഈ ബ്രഹ്മാണ്ട സാഹിത്യമൊക്കെ കുറിപ്പതായി. ഉമ്മ ഒരിക്കലും ഉറക്ക നിലവിളിച്ച കരയും നമ്മൾ ഇന്നവരെ കേട്ടിട്ടില്ല. ഉണ്ടാ? ഇല്ല. എൻ്റെ ഉമ്മ ഉറക്ക നിലവിളിച്ച് കരഞ്ഞ ഞാൻ ഇതേവരെ കേട്ടിട്ടില്ല. എൻ്റെ ഉമ്മ ഇതേവരെ ഉറക്ക നിലവിളിച്ച് കരയുന്നത് ഞാൻ കേട്ടിട്ടില്ല.
ഒരു കൈയിൽ 6 മാസം പ്രായമായി ഒരു മകൻ വയറ്റിന്റെ ഉള്ളിലും 1.5 വയസ്സുകാരൻ വലത്തെ കൈത്തണ്ടയിലും വെച്ച് പ്രിയപ്പെട്ട ഭർത്താവ് വിട പറയുമ്പോ ആ സമയത്തന്നെ മക്കളെ എങ്ങനെ വളർത്തുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഉമ്മ ഉറക്കെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവിടെ നിന്ന് 20 വർഷം കൂലിപ്പണി ചെയ്തിട്ട് ഈ മക്കളെ വളർത്തി ഹാഫിളാക്കി ആലിമാക്കി അവസാനം കോരിച്ചൊരിയുന്ന പേമാരിയുടെ നടുവ് ഒരു കീറപ്പായിൽ കിടന്നിട്ട് പാതിരാത്രി സമയത്ത് കുണ്ടിൽ വന്ന് വെള്ളം നിറഞ്ഞിട്ട് കിടക്കാൻ കഴിയാതെ പാതിരാത്രിയിൽ പേമാരി ചിതത്തു തെയ്യുമ്പോ 2 ആമക്കളെ ഇടത്തും വലത്തും കെട്ടിപ്പിടിച്ചിട്ട് തല ചായ്ക്കാൻ കഴിയാത്ത സമയത്തും എൻ്റെ ഉമ്മയുടെ കണ്ണിൽ 2 തുള്ളി കണ്ണുനീരേ കണ്ടിട്ടുള്ളൂ. അന്നും അവരെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവസാനം 10ാം ക്ലാസ് SSLC പൂർത്തിയായി നേരെ പോയി 7 മാസം കൊണ്ട് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. ഒരു വെള്ളിയാഴ്ച രാവിലെ കൊച്ചു വീടിന്റെ ഉമ്മറത്തേക്ക് വന്നിട്ട് ഉമ്മ ഞാൻ ഹാഫിള എന്ന് പറഞ്ഞപ്പോ കെട്ടിപ്പിടിച്ചൊരു മുത്തം തന്നിട്ട് കണ്ണിൽ 2 കണ്ണുനീര് തന്നിട്ട് എൻ്റെ കൺമണിയെ നീ എനിക്ക് സ്വർഗത്തിലൊരു കിരീടം തന്നല്ലോ എന്ന് കരഞ്ഞു. അപ്പോഴും 2 കണ്ണുനീര് തുള്ളിയെ നിശബ്ദമായി കൊണ്ടുള്ളൂ. അവസാനം കല്യാണം കഴിഞ്ഞ് എൻ്റെ മക്കളെ താലോലിച്ച് അവർക്ക് മുത്തം കൊടുത്തിരിക്കുമ്പോഴും രാവിലെ ശനിയാഴ്ച ഇറങ്ങിപ്പോയി വെള്ളിയാഴ്ച രാവിലെ വഅ്ള് പറഞ്ഞ് തളർന്ന് സുബഹിക്ക് യാത്ര ചെയ്ത് വീട്ടിലിരിക്കുമ്പോ എൻ്റെ ഉമ്മ കഴിഞ്ഞ ആഴ്ച കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു, മോനെ എങ്ങനെ ഇരുന്ന ശരീരമാണ് യാത്ര ചെയ്ത് വഅ്ള് പറഞ്ഞ് ഈ കോലമായല്ലോ, ഇനിയെങ്കിലും ഒന്ന് വീട്ടിലിരുന്നു കൂടെ എന്ന് പറഞ്ഞ് ആ കണ്ണിൽ വെള്ളം നിറയുന്നത് ഞാൻ കണ്ടു. ഇന്നേ വരെ ഈ 36 വർഷത്തിൻ്റെ ഇടയിൽ എൻ്റെ കഥ പറഞ്ഞത് നിങ്ങളുടെ ഉമ്മയെ ഓർക്കാനാണ്. ഈ 36 വർഷത്തിൻ്റെ ഇടയിൽ എൻ്റെ ഉമ്മ ഉറക്കെ കരയുന്നത് ഞാൻ ഇതേവരെ കേട്ടിട്ടേ ഇല്ല. പക്ഷേ നാളെ 3 വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് അഹമ്മദ് കബീറിന്റെ മയ്യത്തെടുക്കുകയാണ്. ആ സമയത്ത് മോദിയും വിളിച്ചു പറഞ്ഞു, എല്ലാവരും കാണേണ്ടവരെല്ലാം കണ്ടോ, മയ്യത്തെടുക്കാൻ പോവുകയാണ്. കെട്ടി 3 കെട്ടും മുറുക്കി കെട്ടി 6 കാല് കട്ടിലിൽ നിന്നെയും കെട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ചൊല്ലി ഭാര്യ മക്കളോട് പോലും വിടയും ചൊല്ലി പള്ളിക്കാട്ടിലേക്കാണ് യാത്ര, പരലോകത്തേക്കുള്ള യാത്ര. പള്ളിക്കാട്ടിലേക്ക് പോവുകയാണ്. നന്നാട്ടുകാവ് പള്ളിയുടെ പുറകിലെ ഖബർസ്ഥാനിലേക്ക് നിന്റെ ഒടുക്കത്തെ യാത്ര പോവുകയാണ്. എല്ലാവരും പറഞ്ഞു കാണേണ്ടവര് കണ്ടോ. ആ സമയത്തിന്റെ ഭാര്യ ഉറക്കെ കരയുന്നുണ്ട്, എൻ്റെ മക്കള് പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് വാപ്പാ. പക്ഷേ യുനാദൂന ഖൽഫൽ ഐശി മൻ ലാ യുജിബുഹും വഖുർബുക ഫിദ്ദുനിയാ സരീഉൽ ഇജാബതി. എൻ്റെ മക്കളോട് മറുപടി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ തൊണ്ടയിലെ വെള്ളം വെട്ടിപ്പോയല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ മയ്യത്തെടുക്കുകയാണ്. ആ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സമയത്താണ് വീടിന്റെ ഉള്ളിൽ നിന്ന് ഉറക്ക ഒരു നിലവിളി കേട്ടത്. അതെന്റെ ഉമ്മയുടെ നിലവിളിയാണ്. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. കൺമണിയെ നീ പോവുകയാണോ? മടിത്തട്ടിലിരുത്തി നിനക്ക് ഞാൻ അമ്മയും ഞെപ്പാല് തന്നത് മുതൽ ഇന്നീ വാർദ്ധക്യകാലത്തൊരു തുള്ളി ഭക്ഷണം എനിക്ക് തന്നത് നീയാണ്. കൺമണിയെ മണ്ണിൻ്റെ അടിയിലേക്ക് നീ പോവുകയാണോ? എൻ്റെ കണ്ണേ കരളെ, ഇനി എന്നാണ് ഈ ഉമ്മ ഈ പൊന്നുമോനെ കാണുക? എന്നാണ് എൻ്റെ ഉമ്മയുടെ നിലവിളി ആദ്യം ഉച്ചത്തിൽ ഞാൻ കേട്ടത്. എന്നാണ് നമ്മുടെ ഉമ്മ ജീവിതത്തിൽ ആദ്യമായി ഉറക്കെ കരഞ്ഞത്. ഉമ്മ ഉറക്കെ കരയും, ഭാര്യ കെട്ടിപ്പിടിച്ചു കരയും, ജീവിതത്തിൽ വന്നിട്ട് എന്നെ ഒറ്റയാക്കി പോയല്ലോ. മക്കള് നെഞ്ചത്തടിച്ച് കരയും. മലയാളത്തിൻ്റെ സിനിമാ നടൻ പറഞ്ഞു, മക്കളോട് ഞാൻ പറയാറുണ്ട്, മക്കളെ വാപ്പ മരിക്കുമ്പോൾ നിങ്ങൾ വാപ്പാടെ മയ്യത്തി പിടിച്ച് കരയരുത്, വാപ്പ മരിക്കുമ്പോൾ നെഞ്ചും വിരിച്ചിട്ടാ കിടക്കണേന്ന്. മരിച്ച ആരുടെ നെഞ്ചാടാ വിരിയാത്തത്? ഏത് മെലിഞ്ഞവനും മരിച്ചാൽ അവൻ തടിച്ചു വീർക്കും, അവൻ്റെ നെഞ്ച് വീർക്കും. മക്കള് കരയുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് ചിരിക്കണം. എനിക്ക് എൻ്റെ ഭാര്യ കരയുന്നു, എൻ്റെ മക്കള് കരയുന്നു, നിന്റെ ഭാര്യ കരയുന്നു, നിന്റെ മക്കള് കരയുന്നു, നിന്റെ ഉമ്മ നിലവിളിക്കുന്നു, കൂട്ടുകാർ കരയുന്നു. ആ സമയത്ത് ഞാനാണെങ്കിലോ പള്ളിക്കാട്ടിലേക്ക് സന്തൂക്ക് കെട്ടിൽ പോവുക. ആ സമയത്ത് എല്ലാവരും എൻ്റെ പുറകിൽ നിന്ന് കരയുമ്പോൾ
മയ്യത്ത് കട്ടിലിൽ മലന്ന് കിടന്നിട്ട് എനിക്ക് ചിരിക്കണം, ആത്മാവിന് ചിരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. തൊട്ടു മുമ്പ് ആ അമ്മയും 2 മക്കളും ഈ റോഡിലൂടെ പോയതാ. അവരറിഞ്ഞിട്ടില്ല മരണത്തിൻ്റെ ദൂതൻ അവിടെ എവിടെയോ പതിയിരുന്നെന്ന്. നമുക്കും അറിയില്ല തിരിച്ചു വീട്ടിലെത്തുമെന്ന്. അറിയോ? അറിയില്ല. അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ. അതുകൊണ്ട് എങ്ങനെ ജീവിച്ചാലും മാനസാന്തരം വന്ന് നല്ലവനായി മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നാളെ എല്ലാവരും പൊട്ടിക്കരയുമ്പോൾ ആ സമയത്ത് സന്തൂക്കിലിരുന്ന് ചിരിക്കണമെങ്കിൽ ജീവിതത്തിൽ നന്മ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرد به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അർഹമുറഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ സർവ്വവിധ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. ഭാവി ജീവിതം പാപരഹിതമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ എത്രയോ ആളുകളുണ്ട്. അതിൽ ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട്, സഹോദരന്മാരുണ്ട്, ഞങ്ങളെ സഹായിച്ചവരും സഹകരിച്ചവരുമുണ്ട്. അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളിവിടെ ഓതിയ സ്വലാത്തിൻ്റെ ദിക്റിൻ്റെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. പടച്ചവനെ, അക്കൂട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുണ്ട്. റബ്ബേ, ആ ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. സ്വർഗീയ പ്രതിഫലം നീ നിറച്ചു കൊടുക്കണേ അല്ലാഹുവേ. സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ രോഗികളായി കഴിയുന്നവരെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹുവേ. ഇവിടെ സദക്ക ചെയ്ത ധാരാളം ആളുകളുടെ ഒരു ലിസ്റ്റ് ഇവിടെ കൊണ്ടുവരപ്പെട്ടു. അവരാരാണ്, അവരുടെ ആഗ്രഹം എന്താണെന്ന് നിനക്ക് നന്നായിട്ടറിയാം തമ്പുരാനെ. അല്ലാഹുവേ, അവരെ ആഗ്രഹങ്ങൾ സബലീകരിക്കണേ അല്ലാ. അവർ ചെയ്ത സദക്കകൾ സ്വീകരിച്ച് ഏതൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്ന് കരകയറ്റണേ തമ്പുരാനെ. അതിൽ മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള മാരകമായ രോഗത്തിൻ്റെ പിടിയിലമർപ്പെട്ടവർ നീ മോചനം നൽകണേ അല്ലാ. പടച്ചവനെ, രോഗം തരുന്നവൻ നീയാണ്. അത് ശിഫയാക്കാൻ കഴിവുള്ളത് നിനക്ക് മാത്രമാണ്. റബ്ബേ, ഞങ്ങളിൽ ആർക്കും ഞങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന, ഞങ്ങളുടെ ശരീരത്തിനെ കാർന്നു തിന്നുന്ന ഒരു രോഗവും വരുത്തല്ല അല്ലാ. പടച്ചവനെ, എത്ര ചികിത്സിച്ചാലും ഭേദമാകാത്ത മാരക രോഗം വരുത്തല്ലേ അല്ലാ. മാരകമായ ക്യാൻസർ പിടിപെട്ടിട്ട് വേദന സഹിക്കാൻ കഴിയാത്ത 100 കണക്കിന് ആളുകൾ അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്തുണ്ട്. ആ സാധുക്കളുടെ വേദനയ്ക്ക് നീ ഒരു അറുതി കൊടുക്കണേ അല്ലാ. ഞാൻ വിട പറയുന്ന അന്നത്തെ ജുമയ്ക്ക് സെൻട്രൽ ജുമാ മസ്ജിദിൽ വന്ന ഒരു സഹോദരൻ, ഉസ്താദെ, 13 വർഷം കാത്തിരുന്ന് കിട്ടിയ ആദ്യത്തെ പൊന്നുമോളാണ്. 8 മാസം പ്രായമുള്ള എൻ്റെ പൊന്നുമോളുടെ തൊണ്ടയിൽ ക്യാൻസറാണ്. ഒരു തുള്ളി വെള്ളം തൊണ്ടയിലേക്ക് ഇറ്റ് കൊടുക്കുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ എൻ്റെ പൊന്നുമോള് പൊട്ടിക്കരയുന്നു ഉസ്താദെ എന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ ആർക്കും മരണം വരെ നീ അങ്ങനെ ഒരു മാരക രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. നിന്നോട് ഒരു ശുക്റും ഒരു ഇബാദത്തും ഞങ്ങൾ ചെയ്തിട്ടില്ല അല്ലാഹുവേ. നീ നൽകിയ ആരോഗ്യം കൊണ്ട് ഞങ്ങൾ ഈ ദുനിയാവിൽ ഇങ്ങനെ തിമിർത്ത് കളിക്കുന്നു അല്ലാ. പടച്ചവനെ, ഞങ്ങൾ പാപികളാണെന്ന കാരണത്താൽ ഞങ്ങൾ നീ രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. പടച്ചവനെ, ശരീരം കീറി മുറിക്കപ്പെടുന്ന ഒരു രോഗവും വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, കടബാധ്യതകൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. ധാരാളം ആളുകൾ കടബാധ്യതകളിൽ അകപ്പെട്ടവരുണ്ട്. എല്ലാ കടബാധ്യതയും മാറാനൊരു ഹലാലായ വഴി തുറന്നു കൊടുക്കണേ തമ്പുരാനെ. ചെറുതും വലുതുമായ കച്ചവടം ചെയ്യുന്നവരുണ്ട്, കൂലിപ്പണി ചെയ്യുന്നവരുണ്ട്. റബ്ബേ, നീ അവർക്ക് ആഫിയത്ത് നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ യുവാക്കളും അവരെ ജീവിതത്തിൽ നീ നല്ല പുരോഗതി നൽകണേ തമ്പുരാനെ. ഒരു നല്ല ജോലി നൽകണേ അല്ലാ.
പടച്ചവനെ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ അവരെ ഭർത്താക്കന്മാരെ സൽസ്വഭാവികളാക്കണേ അല്ലാ. കുടുംബജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ നീ സമാധാനം അവർക്ക് നൽകണേ തമ്പുരാനെ, സൽസ്വഭാവം നൽകണേ അല്ലാഹുവേ. പടച്ചവനെ ആ സഹോദരിമാർ ജീവിതത്തിൽ എത്രയെത്ര മനസ്സിൽ ദുഃഖമുള്ളവരുണ്ട്. അല്ലാഹുവേ നീ ഇതിൽ നിന്ന് കരകയറ്റണേ അല്ലാ. പടച്ചവനെ അവരെ ഭർത്താക്കന്മാരുടെ ഉള്ളിൽ നീ സ്നേഹം നൽകണേ അല്ലാ. അവർ വളർത്തുന്ന മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ.